ഇന്റലിജൻസ് നമ്മുടെ ചിത്രന്റെ വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക് കേട്ടോ. ഞാൻ നോർമലി ടിഷ്യൂവിന്റെ തന്നെ കുറഞ്ഞ് കാണിക്കാറുണ്ട്. അപ്പൊ ഇത് അതിനേക്കാളും റേറ്റ് കൂടിയതാണ്. അതിൻ്റെതായ ഒരു ലുക്ക് എന്തായാലും ഉണ്ട്. ഭയങ്കര രസമുള്ള ഒരു ഐറ്റം ആട്ടോ. ഒരു ലൈറ്റ് ആയിട്ട് ടിഷ്യൂവിന്റെ ആ ഒരു ഭംഗി ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുകയും ചെയ്യും. എന്നാൽ ഭയങ്കര തിളക്കമായിട്ട് ഫീൽ ചെയ്യത്തില്ല. ശരിക്കും കൂടിയ ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. നല്ലൊരു പ്രീമിയം ലുക്കാട്ടോ ഈ ഒരു മോഡലിന് വരുന്നത്. ചെറിയ എംബ്രോയിഡറി വർക്ക് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളേഴ്സും ആട്ടോ. നല്ലൊരു കളർ ചാർട്ടാണ്. ഇതൊരു ഗ്രേഡ് ടോൺ ആണ്. ഇതിന്റെ ദുപ്പട്ട കൊടുത്തേക്കുന്നു നല്ല ഷിഫോൺ ഫാബ്രിക്കാണ്. പ്യുവർ ഷിഫോണിലാണ് ദുപ്പട്ട വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് കുഞ്ഞായിട്ട് അതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേറെതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ദുപ്പട്ടയ്ക്ക് വന്നിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ട കേട്ടോ. ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ. എന്താ സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക്. ഒരു കളർ ചെറിയൊരു വേരിയേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ടിഷ്യൂ മിക്സ് വരുന്നതുകൊണ്ടുള്ള കളറിന്റെ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നതാണ്. ഇതിന് ലൈനിങ്ങും ഉണ്ട് കേട്ടോ. ലൈനിങ് ക്രേപ്പിന്റെ ഫാബ്രിക്, ബോട്ടം കൊടുത്തേക്കുന്നത് സാറ്റിൻ സിൽക്ക്. ഇതിന്റെ നമ്പർ വരുന്നത് K538, റേറ്റ് 1290, 1290. കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്കിന്റെ ടോൺ ആണ്. അതായത് പീച്ചും പിങ്കും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഷെയ്ഡില്ല. അതാണ് അതിൻ്റെ അകത്ത് ആ ഒരു ടിഷ്യൂവിന്റെ ചെറിയൊരു ഇതും കൂടെ വരുമ്പോഴത്തേനും നല്ലൊരു ഗ്രാൻഡ് ലുക്ക് ആട്ടോ. ദുപ്പട്ട സെയിം കളറിൽ തന്നെ പ്യുവർ ഷിഫോൺ ഫാബ്രിക്. പ്യുവർ ഷിഫോൺ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്യുവർ ഷിഫോൺ ഞാൻ പറയുന്നു നോർമൽ ഷിഫോണും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു മെറ്റീരിയലിന് നല്ല റേഞ്ച് വരുന്നതാണ്. കാരണം അത്രയും നല്ല സോഫ്റ്റ് ഫാബ്രിക്. അപ്പൊ ഇങ്ങനെ ആ ഒരു സിൽക്ക് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യണം. അങ്ങനത്തെ ആ ഒരു മോഡലൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് മുക്കി പൊക്കി എടുക്കുക. കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെ ഈ ദുപ്പട്ടയ്ക്ക് യൂസ് ചെയ്യണം. ദുപ്പട്ട ഒന്നും ഒത്തിരി വാഷ് ചെയ്യണ്ട കേട്ടോ. കാരണം ആ കൂടിയ ഫാബ്രിക്കുകളൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്നതെന്ന് വെച്ചാണ് ആ ഒരു ലാസ്റ്റിങ് കിട്ടുന്നത്. ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ കാഴ്ചയ്ക്കുള്ള ഭംഗി പോകാതിരിക്കണമെങ്കിൽ എപ്പോഴും എടുത്ത് റഫായിട്ട് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ബോട്ടം വിത്ത് ലൈനിങ് സെയിം കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്പർ K539, റേറ്റ് 1290. നമുക്ക് അടുത്ത നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ടോൺ ആട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചൊരു ആ ടിഷ്യൂവിന്റെ കളർ കുറച്ചുകൂടെ എക്സസ് ആയിട്ട് നിൽപ്പുണ്ട്. അത്രയും അങ്ങ് ടിഷ്യൂ ഓവറായിട്ട് നിൽക്കുന്നില്ല. ലൈറ്റ് ആയിട്ട് ഒരു ഗോൾഡൻ ഫിനിഷ് ആട്ടോ അതിന് കൊടുത്തേക്കുന്നത്. സെയിം തന്നെ ആ ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളും വരും. എന്തായാലും അത്ര ഇഷ്ടപ്പെടും. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ലുക്ക് അത്രയുണ്ട്. ദുപ്പട്ട ഞാൻ പറഞ്ഞത് ഷിഫോൺ, പ്യുവർ ഷിഫോൺ ഫാബ്രിക് ആണ്. അപ്പൊ ഇതിങ്ങനെ ചേർത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതുണ്ടെന്നുള്ള ഫീല് പോലും ഇല്ല. അത്രയും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ. അപ്പൊ കൂടിയനൊക്കെ അങ്ങനെ തന്നെയാണ് വരിക. ഇതിന്റെ ബോട്ടം ലൈനിങ് സെയിം. ചെറിയൊരു കളർ വേരിയേഷൻ മേ ബി കാണുമായിരിക്കും. ഇതിനൊരു ഗ്രീനിന്റെ ടോൺ വരുന്നതുകൊണ്ടേ ചെറിയ ബ്ലൂവിന്റെ ഒരു കളറോടെ മിക്സ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ബ്ലെൻഡഡ് കളർ തന്നെയാണ്. എല്ലാം നല്ല ഷെയ്ഡ്സ് ആട്ടോ. ഇതിന്റെ നമ്പർ K537, റേറ്റ് 1290, 1290.